ഹലോ, മിർഷാദ് വി സി വ്ളോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 18 ഡേ 17. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കൊക്കെ അറിയാം. ഇന്നലത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ടുള്ളത് പണിപ്പുര ടാസ്കിന്റെ പോയിന്റിന് വേണ്ടിയുള്ള മത്സരങ്ങളായിരുന്നു. അതിനു വേണ്ടിയുള്ള ടാസ്ക് ആയിരുന്നു. അപ്പൊ അതിൽ പണിപ്പുരക്കകത്ത് 750 പോയിന്റ് ലഭിക്കാനുള്ള ടാസ്കിന് ഒരാളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ടീമിനോട് പറയുമ്പോൾ ടീം എല്ലാവരും കൂടി തെരഞ്ഞെടുക്കുന്നത് ആദില നൂറിനെയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുള്ള വീടിന് വേണ്ടി സാധനങ്ങൾ എടുക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും കൂടിയിട്ട് ആദില നൂറിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല, ഒരു മെന്റൽ ഗെയിമാണ്, ഒരു മൈൻഡ് ഗെയിമാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്ത് കൈയടിച്ച് പാസ്സാക്കി. അങ്ങനെ ആദിലയും നൂറയും ടാസ്കിന് വേണ്ടി അകത്തേക്ക് കയറുന്നു. ടാസ്കിന് വേണ്ടി ഇവർ കയറുമ്പോൾ തന്നെ അവിടെ 3 കാർഡുകളാണ് കാണുന്നത്. പിന്നെ ബിഗ് ബോസിന്റെ അനൗൺസ് വരികയാണ്, ടാസ്കിൽ നിന്ന് പിന്മാറുന്നതിന് പകരം എന്ത് ത്യാഗവും സഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ പോരാളിയുടെ ലക്ഷണം എന്നൊക്കെ പറഞ്ഞ് അവരൊന്ന് മോട്ടിവേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ കാർഡ് എടുക്കാൻ പറയുന്നുണ്ട്. ആദ്യത്തെ കാർഡ് എടുക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, 750 പോയിന്റുകളാണ് നിങ്ങൾക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ ലഭിക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് രണ്ടാമത്തെ കാർഡ് എടുക്കാൻ പറയുന്നുണ്ട്. അടുത്ത കാർഡിലാണ് പണി കിടക്കുന്നത്. അടുത്ത കാർഡില് ഫാമിലി റൗണ്ട് വരാൻ പോവുകയാണ്, നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതോടുകൂടി യെസ് ഞങ്ങൾ റെഡിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഇവര് സംസാരിക്കുന്നതും ഇവർ ഈ ടാസ്ക് ചെയ്യുന്നതും വീട്ടിലെ അംഗങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അവരും തന്നെ എക്സൈറ്റഡ് ആകുകയാണ്, ഇത്ര പെട്ടെന്ന് ഒരു ഫാമിലി റൗണ്ട് വരുന്നുണ്ടോ? സാധാരണ എല്ലാ ബിഗ് ബോസ് സീസണുകളിലും നമ്മൾ കാണുന്നതാണ്, ലാസ്റ്റ് ഒരു 70 എപ്പിസോഡ് 70 ഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫാമിലി റൗണ്ട് വരുന്നത്. അപ്പൊ അവരും എല്ലാവരും എക്സൈറ്റഡ് ആയി, ഇത് എന്താണ് ഈ പറയുന്നത്, ഫാമിലി റൗണ്ട് വരാൻ പോവുകയാണോ എന്നുള്ളത് അവരും സംശയിച്ചു പോയി. അടുത്തത് മൂന്നാമത്തെ കാർഡ് എടുക്കാൻ പറയുന്നുണ്ട് ബിഗ് ബോസ്. മൂന്നാമത്തെ കാർഡ് എടുക്കുമ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ഫാമിലി റൗണ്ടിൽ ഫാമിലി വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന 3 പേരെ, വീടിന്റെ അകത്തുള്ള 3 പേരെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് സ്വന്തം ഫാമിലിനെ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നു, സ്വന്തം ഫാമിലിനെ പറ്റില്ല, വീടിനകത്തുള്ള 3 ആളുകളുടെ ഫാമിലി വരാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇവര് നന്മ മരങ്ങളായിട്ട് ഒന്ന് അപ്പാനി ശരത്തിന്റെ ഫാമിലി വരട്ടെ എന്ന് പറയുന്നു. രണ്ടാമത് റെന ഫാത്തിമയുടെ ഫാമിലി, അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ ഒന്ന് റെന ഫാത്തിമയുടേത് വരട്ടെ എന്ന് പറയുന്നു. മൂന്നാമത്തത് രേണു സുധിയുടെ ഫാമിലി വരട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ 3 ഫാമിലിനെ അവർ സെലക്ട് ചെയ്യുന്നു. അത് ബിഗ് ബോസിനോട് പറയുന്നു, ഞങ്ങൾ 3 ഫാമിലിയെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഈ 3 പേരാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത കാർഡ്, 4ാമത്തെ കാർഡാണ് പിന്നെ അടുത്തത് വരാൻ പോകുന്നത്. 4ാമത്തെ കാർഡിലാണ് പണി ഒളിച്ചു കിടക്കുന്നത്. 4ാമത്തെ കാർഡ് എടുത്തതോടുകൂടി വീടിനകത്തുള്ളവരും ഈ ടാസ്ക് ചെയ്യുന്ന ആദിലയും നൂറയും എല്ലാവരും കൺഫ്യൂഷനായി പോയി. കാരണം അങ്ങനെ ഒരു കാര്യമാണ് ബിഗ് ബോസ് അതിൽ പറഞ്ഞത്. 750 പോയിന്റ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വീടിനകത്തേക്ക് വരാൻ നിങ്ങൾ സെലക്ട് ചെയ്ത 3 ഫാമിലിയുടെ വരവ് വേണ്ടെന്ന് വെക്കുക. അതായത് 750 പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അതല്ല, ഈ 750 പോയിന്റ് വേണ്ട, ഇവരുടെ 3 പേരുടെയും ഫാമിലി വീടിനകത്തേക്ക് വരികയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ 750 പോയിന്റ് വേണ്ടെന്ന് വെക്കുക. അവിടെയാണ് ഇവർക്ക് പാളിപ്പോയത്. കാരണം ബിഗ് ബോസ് എല്ലാ സീസണുകളിലും ലാസ്റ്റ് ആണല്ലോ, അതായത് അവസാനം 70 ദിവസങ്ങൾക്ക് ശേഷമാണ് ഫാമിലി റൗണ്ട് വരുന്നത്. അപ്പൊ അതൊന്നും ഇവർ ആലോചിച്ചില്ല. ഇത് ഒരു കെണി പോലെ ബിഗ് ബോസ് ഒരുക്കിയ ഒരു കെണിയാണ് എന്നുള്ളത് അവർക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വീടിനകത്തുള്ളവർക്കും ഈ ടാസ്ക് ചെയ്യുന്നവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവര് ഈ 3 പേരുടെ ഫാമിലി വരട്ടെ, 750 പോയിന്റ് പോയാലും വേണ്ടിയില്ല, ഈ 3 ഫാമിലി വരട്ടെ എന്നുള്ള തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്നു. അങ്ങനെ ആ തീരുമാനം അവർ ബിഗ് ബോസിനെ അറിയിച്ചു. അത് കേട്ട് ഇവരുടെ ഈ തീരുമാനം കേട്ട് വീടിനകത്തുള്ളവരെല്ലാവരും സന്തോഷിച്ചു. ഒരു നല്ല കാര്യമാണല്ലോ അവർ ചെയ്തത്
750 പോയിന്റ് ഒഴിവാക്കിയാലും ഈ 3 പേരുടെ ഫാമിലി വരാൻ വേണ്ടിയിട്ട് അവരെടുത്ത തീരുമാനം നല്ലതായി എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രശംസിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഈ ഒരു തീരുമാനം ബിഗ് ബോസിനെ അറിയിച്ച് വീടിനകത്തേക്ക് വന്നതിന് ശേഷമാണ് ബിഗ് ബോസ് പറയുന്നത്, സാധാരണ എല്ലാ പ്രാവശ്യവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫാമിലി റൗണ്ട് എന്ന് പറയുന്നത് 70 ദിവസങ്ങൾക്ക് ശേഷം വരുന്ന റൗണ്ടാണ് ഫാമിലി റൗണ്ട്. ആ സമയത്ത് ഈ നിങ്ങൾ സെലക്ട് ചെയ്ത ആളുകൾ ഈ വീട്ടിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, 70 ദിവസം കഴിയുമ്പോഴേക്കും വീടിനകത്ത് 10-12 ആളുകൾ അല്ലെങ്കിൽ 10 ആളുകൾ ഒക്കെ അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ആളുകളുടെ കൂട്ടത്തിൽ ഈ സെലക്ട് ചെയ്ത ആളുകൾ ഉണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോഴേക്കും ഇവരൊക്കെ എവിക്റ്റ് ആയി പോയിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ് കെണി. അതായത് മൂന്നാമത്തെ പണിപ്പുരയ്ക്ക് കയറാനുള്ള ടാസ്കിലെ ഈ 750 പോയിന്റ് ലഭിക്കാനുള്ള ഫസ്റ്റ് ടാസ്കിൽ ആ 750 പോയിന്റ് നഷ്ടമായി. എന്നാൽ ഇവർ സെലക്ട് ചെയ്ത ഈ വീട്ടിലേക്ക് ഫാമിലികൾ, ഈ 3 സെലക്ട് ചെയ്ത ഫാമിലികൾ വരാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരിത് വേണ്ടെന്ന് വെച്ചത്. അപ്പൊ രണ്ടും നഷ്ടമായി. അപ്പോ അടുത്ത പണിപ്പുരയിലേക്ക് 1000 പോയിന്റ് ലഭിക്കുവാനുള്ള അടുത്ത ടാസ്കിന് വേണ്ടി ടീമിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് അനീഷിനെ സെലക്ട് ചെയ്യുന്നു, ഒന്ന് ആര്യനെ സെലക്ട് ചെയ്യുന്നു, ഒന്ന് ജിസേലിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ 3 പേരും ടാസ്ക് ചെയ്യാൻ വേണ്ടി അകത്തോട്ട് കയറുന്നു. ഇതും ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ഇവർ 3 പേരും ടാസ്ക് ചെയ്യാൻ വേണ്ടി അകത്ത് കയറുമ്പോൾ 3 പേരുടെയും മുന്നിൽ 3 ടേബിളുകളുണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് അനീഷിന്റെ മുമ്പിലുള്ള ടേബിളിലുള്ള കാർഡ് വായിക്കാൻ പറയുന്നു. അപ്പൊ അനീഷിന്റെ കാർഡിൽ ഇങ്ങനെയാണ്: ബിഗ് ബോസ് സീസൺ 7 അവസാനിക്കുന്നത് വരെ സംസാരിക്കാതെ നിൽക്കുക. ഈ 1000 പോയിന്റ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ത്യാഗം ഇതാണെന്ന് പറഞ്ഞ് അനീഷിന് ഫസ്റ്റ് കിട്ടിയ കാർഡിൽ ഇങ്ങനെയാണ്: ഈ ബിഗ് ബോസ് സീസൺ 7 കഴിയുന്നത് വരെ സംസാരിക്കാതെ നിൽക്കുക. അനീഷാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് വായിച്ച ഉടനെ സംസാരം നിർത്തി. അതായത് ഈ ടാസ്ക് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ ആ ലെറ്റർ വായിച്ച ഉടനെ സംസാരം നിർത്തി. പിന്നെ ഒരു കാര്യത്തിനും സംസാരിച്ചിട്ടില്ല. അങ്ങനെ അടുത്തത് ആര്യനോട് ഒരു കാർഡ് സെലക്ട് ചെയ്യാൻ പറയും. ആര്യന്റെ മുന്നിൽ ഒരു കാർഡ് ഉണ്ട്. അപ്പൊ ആര്യന്റെ മുന്നിലെ കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ജ്യൂസ് മുഴുവനായും കുടിച്ചു തീർക്കുക എന്നുള്ളതാണ് ആര്യന് വന്ന ടാസ്ക്. അപ്പൊ ആര്യന് ഓക്കെ, കുഴപ്പമില്ല, ജ്യൂസ് അതൊക്കെ. അടുത്ത പണിയാണ് 8ന്റെ പണി. അടുത്തത് ജിസേലിന് വന്ന കാർഡിൽ നിങ്ങളുടെ തല മുണ്ടകം ചെയ്യുക, അതായത് ക്ലീൻ ഷേവ്, മൊട്ടയടിക്കുക. സ്വാഭാവികമായിട്ടും ജിസേൽ മേക്കപ്പ് പോലും ഇല്ലാതെ നടക്കാൻ കഴിയാത്ത ഒരാളാണ്. മേക്കപ്പിന്റെ പേരിൽ ബിഗ് ബോസിന്റെ അകത്ത് ബിഗ് ബോസ് വരെ ഒരുപാട് പ്രാവശ്യം വാണിങ്ങുകളൊക്കെ കൊടുത്ത ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് തലയിലെ മുടി കളയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കുന്നില്ല എന്നുള്ളതിൽ ഉറപ്പാണ്. പിന്നെ ഒന്നാമത് ഒരു ലേഡി ആയതുകൊണ്ട് എന്തായാലും മുടി മൊട്ടയടിക്കാൻ അവൾ സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഈ ബാക്കി 2 പേർക്ക് അത് ചെയ്യാം, അങ്ങനെ മാറ്റി ചെയ്യാം എന്നുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. പക്ഷേ ആരും വിട്ടുകൊടുത്തില്ല. അവൻ എന്തായാലും മൊട്ടയടിക്കില്ല, എനിക്ക് കിട്ടിയ ടാസ്കേ ഞാൻ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് വീടിന്റെ ഉള്ളിൽ നിന്ന് അവർ കേൾക്കുമ്പോൾ അത് ആകെ ബഹളമായി. എന്താണ് അവന് മൊട്ടയടിച്ചൂടെ, ഒരു പെൺകുട്ടി മൊട്ടയടിക്കണം എന്നാണ് അവൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായി. വീടിനകത്ത് ഭയങ്കര ബഹളമായി. അത് ചെയ്തൂടെ, വീടിനൊരു 1000 പോയിന്റ് കിട്ടുന്നത് നശിപ്പിച്ചിട്ട് അവന് മൊട്ടയടിക്കാൻ മടിയാണെന്ന് പറയുന്നത്. അവന് കാരണം പറയുന്നത് ഇതാണ്: അവന്റെ ഗ്ലാമർ പോവും. പിന്നെ അതുപോലെ മൊട്ടയടിക്കുന്നത് റിലീജിയന്റെ ഇതിലും പ്രശ്നമാണ്. മൊട്ടയടിക്കുന്നത് അച്ഛൻ മരിക്കുമ്പോഴാണ് മൊട്ടയടിക്കുന്നത്, ഞങ്ങളെ റിലീജിയനിലും അത് പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ മൊട്ടയടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അനീഷിനോട് പറയുമ്പോൾ അനീഷ് സംസാരിക്കില്ല. സംസാരം ആ കാർഡ് വായിച്ചോടുകൂടി സംസാരം നിർത്തി. അനീഷിന് കിട്ടിയ ടാസ്കേ ചെയ്യുള്ളൂ. ആ കാർഡ് വായിച്ച അപ്പം മുതൽ ആ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ സംസാരം അപ്പം മുതലേ നിർത്തിയിട്ടുണ്ട്. ആളോട് എന്ത് ചോദിച്ചാലും ബിഗ് ബോസ് പറഞ്ഞു ഇതിനെ നിങ്ങൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം, ഇപ്പോൾ സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ബിഗ് ബോസ് തരുന്ന ഒരു പണിയാണോ എന്ന് കരുതിയിട്ട് അനീഷ് സംസാരിക്കുന്നില്ല. അനീഷിന് കിട്ടിയ ടാസ്ക് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കാതെ നിൽക്കുകയാണ്.
അപ്പോ ജിസേല് എന്തായാലും തല മൊട്ടയടിക്കില്ല എന്നുള്ളത് ജിസേലും തീരുമാനിച്ചു. ജിസേൽ ഇത് മാറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും മാറിയാൽ ചെയ്യാൻ ജിസേൽ റെഡിയാണെന്ന് പറഞ്ഞു. പക്ഷെ ആരും മാറില്ല. അനീഷ് എന്തായാലും മാറില്ല. അതേപോലെ ആര്യനും മാറില്ല എന്ന് പറഞ്ഞു. ആര്യനും മൊട്ടയടിക്കാൻ ആര്യനും തയ്യാറല്ല. എനിക്ക് എൻ്റെ ഗ്ലാമർ പോവും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങളും പറഞ്ഞു. പിന്നെ ഇത് വീടിൻ്റെ ഉള്ളിലും ഭയങ്കര ചർച്ചയായപ്പോൾ വീടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ ടാസ്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ടാസ്കിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ബഹളായി. എല്ലാവരും ടാസ്ക് ചെയ്യുന്ന ഈ ഏരിയയിലേക്ക് വന്ന് ആര്യന്റെ നേരെ തിരിഞ്ഞു. എല്ലാവരും ആര്യന്റെ നേരെ തിരിഞ്ഞു. നിനക്ക് എന്താ മുട്ടടിച്ചാൽ എങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ അക്ബറിന് ഒരു ഉന്തൽ വന്ന്, ഒരു ഉന്തലും തള്ളലൊക്കെ വന്ന് അതൊരു ഭയങ്കര വിഷയമായി. അങ്ങനെ എന്തായാലും ഈ ടാസ്ക് അത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് എല്ലാവരും കൂടി ബഹളം വെക്കുക എന്നല്ലാതെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. കാരണം ആര്യൻ മുട്ടയടിക്കാൻ റെഡിയല്ല എന്ന് പറഞ്ഞു, ജിസേലും റെഡിയല്ല എന്ന് പറഞ്ഞു. എന്നാൽ അനീഷ് ആ ടാസ്കിൽ, കിട്ടിയ ടാസ്കിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പക്ഷേ ഈ 3 പേരും ഈ ത്യാഗം ചെയ്താലേ ഈ 1000 പോയിന്റ് കിട്ടുള്ളൂ. അപ്പൊ അത് ആര്യൻ ഇതിന് സമ്മതിക്കുന്നില്ല. ഇത് ജിസേലിന്റെ ടാസ്കും ജിസേലിന് കിട്ടിയ ഈ ഒരു ഇതും അതുമായിട്ട് മാറാൻ ആര്യൻ സമ്മതിക്കില്ല എന്നത് പറഞ്ഞതോടുകൂടി ഈ ടാസ്കും ക്യാൻസലായി. 1000 പോയിന്റ് നഷ്ടമായി. അങ്ങനെ ഈ ടാസ്കും ഈ 1000 പോയിന്റുകളും ഇവർക്ക് നഷ്ടമായി. അങ്ങനെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. 1000 പോയിന്റ് നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മളെ വായ മൂടി കെട്ടിയ അനീഷ് അപ്പോഴാണ് വായ തുറക്കുന്നത്. നിങ്ങളെല്ലാവരും വിഡ്ഢികളാണ്. ഞാൻ ആ ടാസ്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സംസാരിക്കാൻ പാടില്ല. അപ്പൊ ഇത് പറഞ്ഞതോടുകൂടി അക്ബർ ആയാലും അപ്പാനി ശരത്തായാലും എല്ലാവരും കൂടി അനീഷിന്റെ നേരെ തിരിഞ്ഞു. നീ വായ തുറക്കാൻ കാത്തിരിക്കുന്നു, ഞങ്ങൾ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് ഒരുപാട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അനീഷിനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നത് നിങ്ങളെല്ലാവരും വിഡ്ഢികളാണ്. ബിഗ് ബോസ് സംസാരിക്കേണ്ട ഈ ടാസ്ക് ഇപ്പൊ മുതൽ തുടങ്ങുകയാണ്, സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അനീഷ് ചെയ്യുന്നതും ഒരു വലിയ ത്യാഗം തന്നെയല്ലേ? അനീഷ് ആ ടാസ്കിന് റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊരു വലിയ ത്യാഗം തന്നെയാണ്. മുട്ട അടിക്കുന്നതിനേക്കാളും ആ ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും ഒക്കെ എത്രയോ വലിയ ടാസ്കാണ് അനീഷ് ഏറ്റെടുത്തത്. കാരണം ഈ സീസൺ കംപ്ലീറ്റ് സംസാരിക്കാതെ നിൽക്കുക എന്ന് പറഞ്ഞാല് അതിലും നല്ലത് മുട്ടടിക്കുന്നതല്ലേ? അപ്പൊ എത്രയോ വലിയൊരു ടാസ്കാണ് അനീഷ് ഏറ്റെടുത്തത്. അത് ഇവര് ഈ വീട്ടിലെ ബാക്കിയുള്ള അംഗങ്ങളൊന്നും മനസ്സിലാക്കിയില്ല. പിന്നെയാണ് അവർക്ക് മനസ്സിലാകുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബിന്നിക്കും ഇവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് അനീഷ് ചെയ്തത് ശരിയാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർക്ക് വീട്ടിൽ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ആദ്യം ഇവരെല്ലാവരും കൂടിയിട്ട് അനീഷിന്റെ നേരെ തിരിഞ്ഞു. അതൊരു ഭയങ്കര പ്രശ്നത്തിലേക്ക്, അനീഷിനെ തലേണെടുത്ത് എറിയുന്നതൊക്കെ കണ്ടു അപ്പാനി ശരത്ത്. അങ്ങനെ ഭയങ്കര പ്രശ്നത്തിലേക്ക് അത് എത്തി. ലാസ്റ്റ് അതങ്ങനെ തീർന്നു. ഈ ടാസ്കും 1000 പോയിന്റും ഇവർക്ക് നഷ്ടമായി. പിന്നെ ഇനി ബാക്കിയുള്ളത് 250 പോയിന്റാണ്. അതിനുവേണ്ടി ഇപ്പൊ ഇനി ഇവരെന്ത് ചെയ്താലും 5 സെക്കൻഡും 250 പോയിന്റുമാണ് വരാനുള്ളത്. അതിനിപ്പോ എന്ത് ടാസ്ക് കിട്ടിയാലും ഇനിയിപ്പോ അവര് ചെയ്യും തോന്നുന്നില്ല. പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് നടന്നൊരു പ്രധാന സംഭവം ഇന്നലെ മോർണിംഗ് ടാസ്കിൽ നടന്നൊരു സംഭവമായിരുന്നു. ഇന്നലെ ബിഗ് ബോസിൽ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിരുന്നു. അതായത് വീടിനുള്ളിലെ ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെയും ഹൈജീനിക് അല്ലാത്തൊരു വ്യക്തിയെയും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തിരുന്നു. അതിൽ എല്ലാവരും കൂടുതൽ ആളുകളും ഹൈജീനിക് ആയിട്ടുള്ള ആളായിട്ട് സെലക്ട് ചെയ്തത് ഡോക്ടർ ബിന്നിയാണ്. ബിന്നി നമ്മൾ എപ്പിസോഡുകളിലൊക്കെ കാണുന്നുണ്ട്. വൃത്തിയുടെ കാര്യത്തിൽ പൊടിയായാലും അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളിലും ഇടപെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കൂടുതൽ ആളുകളും ഹൈജീന് ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്തത് ഡോക്ടർ ബിന്നിയാണ്. ഹൈജീനിക് അല്ലാത്ത പല ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിൽ അനു പറഞ്ഞ ഹൈജീൻ അല്ല എന്ന് രേണുസുതിയെ പറഞ്ഞ ആ ഒരു കാരണം ആണ് അവിടെ വിഷയമായത്. അതായത് അനു രേണുസുതിയെ ഹൈജീൻ അല്ല എന്ന് പറഞ്ഞതിൽ കാരണം പറഞ്ഞത് വളരെ വിശദീകരിച്ച് പറഞ്ഞു. അത് കേട്ടവർക്കും കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഒരു മോശം രീതിയിൽ തന്നെ തോന്നി. പക്ഷെ പറഞ്ഞത് ഉള്ളത് തന്നെയാണ്, നമ്മൾ കാണുന്നതാണ്. രേണുസുതിയുടെ വീടിനുള്ളിലെ ഓരോരോ പ്രവർത്തികളും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അനു പറയുന്നത് ഇങ്ങനെയാണ്, രേണു ചേച്ചി ഹൈജീനിക് അല്ല. രേണുസുതിയുടെ തലയിൽ എപ്പോഴും പേന അരിക്കുന്നുണ്ട്, നെറ്റിയിലൂടെയൊക്കെ പേന അരിക്കുന്നത് കാണുന്നുണ്ട്. രേണുസുതി കുളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ്
അതായത് എപ്പോഴും തലയിൽ പേൻ അരിക്കുന്നത് കാണാം, പേന് നെറ്റിലൂടെ ഒക്കെ അരിച്ചിറങ്ങുന്നത് കാണാം എന്നൊക്കെ പറഞ്ഞ് അത്ര അങ്ങനെ ഒരു പരാമർശം നടത്തി. അപ്പോൾ അത് കേട്ടപ്പോൾ ആ ടാസ്കിന്റെ ഇടയിൽ അത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ തല ട്രീറ്റ്മെന്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോഴൊന്നും കുഴപ്പമില്ലാത്ത ആള് ഇതൊരു ഭയങ്കര പ്രശ്നമാക്കിയെടുത്ത് പിന്നെ ക്യാമറക്ക് മുന്നിൽ പോയിട്ട് ബിഗ് ബോസ് എനിക്ക് വീട്ടിൽ പോകണം, ഞാനിത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, ഞാൻ പെട്ടെന്ന് അങ്ങനെ പോകുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനോട് പരാതി പറയുന്നു, കരയുന്നു, സ്ഥിരം നാടകം ഇറക്കുന്നു. ഇത് ബിഗ് ബോസിലേക്ക് പെട്ടെന്ന് ഇന്നലെ വിളിച്ചിട്ട് നാളെ വരണം എന്ന് പറഞ്ഞതല്ലല്ലോ. ബിഗ് ബോസിക്ക് വരാൻ അവർക്ക് എന്തായാലും മുൻകൂട്ടി പ്ലാനുകളും ടൈമും ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഒരു ആള് ഹൈജീനിക് അല്ല എന്നുള്ളത് നമുക്ക് കാണുന്ന പ്രേക്ഷകർക്കെല്ലാം ആദ്യം മുതലേ മനസ്സിലായിട്ടുണ്ട്. കാരണം എപ്പം നോക്കിയാലും തലയിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് ആ വീടിൻ്റെ ഉള്ളിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ്. എന്തിനാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോ ഇത് അനുമോള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അതുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞപ്പോൾ കേൾക്കുന്നവർക്കും ഒരു മോശമായിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ പിന്നെ രേണു സുധിയും അനുമോളും തമ്മിൽ സംസാരിക്കുന്നു. അപ്പൊ അനുമോളും പറയുന്നു, ചേച്ചി ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അതല്ല, ഞാൻ കുളിച്ചില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു, ഈ പേനന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമായി, മോശമായി, ഇത് നാട്ടുകാര് ജനങ്ങൾ മുഴുവൻ കാണുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. നാട്ടുകാര് ജനങ്ങൾ മുഴുവൻ കാണുന്നതല്ലേ എന്നുള്ളത് ഒരാൾ പറഞ്ഞിട്ടും ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടും അല്ലല്ലോ അറിയേണ്ടത്. അത് സ്വയം ഇതിലേക്ക് കയറുമ്പോൾ തന്നെ അറിയേണ്ട കാര്യങ്ങളല്ലേ. ഇത് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു ക്യാമറ മാത്രം വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ല. 1072 ക്യാമറകൾ പല ഭാഗത്തുനിന്നും പല ആംഗിളിൽ നിന്നും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്താലും ഏതെങ്കിലും ഒരു ക്യാമറയിൽ പെടും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. അപ്പൊ ഇങ്ങനെ അങ്ങനെ ആദില നൂറയും നമ്മളെ അനുവും ഒക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഏരിയയിലേക്ക് രേണു സുധി അനുവിനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പൊ വരുമ്പോ തന്നെ അതിലെ നൂറയും പറയുന്നുണ്ട്, നീ പെട്ടടി, നീ തീർന്നടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വന്ന് അനുവിനെ ഇങ്ങനെ തോണ്ടിയിട്ട് പറയാണ്, അനു ഞാൻ പ്രോഗ്രാം ക്വിറ്റ് ചെയ്യാൻ പോവാണ്, ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, എനിക്ക് എൻ്റെ തലയുടെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, പ്രോഗ്രാമിന് വരുന്നതിന്റെ മുന്നേ ഒന്നും കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പൊ അനു ചോദിക്കണ, എന്താ അങ്ങനെ ചേച്ചി, എന്തിനാണ് പ്രോഗ്രാം എന്തിനാണ് ക്വിറ്റ് ചെയ്യുന്നത്, അത് ശ്രദ്ധിച്ചാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ, അതല്ല, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നാട്ടുകാരൊക്കെ അറിഞ്ഞില്ലേ, ഇങ്ങനെ ചേച്ചി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അനു കുറെ വിശദീകരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ അടുത്ത നാടകം ഈ ഒരു ചാൻസ് കിട്ടിയതാണല്ലോ, അപ്പൊ ആ നാടകം വെച്ച് കയറാൻ നോക്കുകയാണ്. എനിക്ക് നാട്ടുകാരും എല്ലാവരും കാണുന്ന പ്രോഗ്രാം അല്ലേ, ഞാൻ കുളിച്ചില്ല എന്ന് പറഞ്ഞാലും പ്രശ്നമില്ലായിരുന്നു, ഈ പേനന്റെ കാര്യമൊക്കെ പറഞ്ഞത് എനിക്കത് വളരെ വിഷമായി, അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രോഗ്രാം നിർത്തി പോവാണ്, അതാണ് ഇനി കഴിയുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇത് പടരില്ലേ, ഈ പേനന്റെ കേസ് കേൾക്കുമ്പോഴേ ഒരു അറപ്പാണ്. അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാമറന്റെ മുന്നിൽ പോയിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ പ്രോഗ്രാം നിർത്തി പോകണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ക്യാമറന്റെ മുന്നിൽ പറയുന്നു. നാടകത്തോട് നാടകം, രേണു സുധിയുടെ അടുത്ത നാടകം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.